നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ജാമ്യം കിട്ടിയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം കമല ഇരുന്ന് കരയുവാണ്. കാരണം ന്യൂസിനകത്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. കമലയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കമല ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് ശിവശങ്കരനോട് പറഞ്ഞു, ശിവേട്ട ജാമ്യം കിട്ടിയില്ല ഹരിക്കൊക്കെ അല്ലേ? കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, 30 ദിവസമാണ് റിമാൻഡ് കാലാവധി. ആ 30 ദിവസം ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞു. ശിവേട്ട എൻ്റെ മോൻ ഒറ്റയ്ക്കൊന്നും അല്ല, കൂട്ടുപ്രതികളും ഉണ്ടല്ലോ, രോഹിത്തും ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല ശിവേട്ടൻ ഇങ്ങോട്ടേക്ക് വരുവാണോ? ഞാൻ ജയിലിൽ വരെ പോവാ, അമാരി ഒന്ന് കാണണം, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല കമലെ, ഞാൻ ശരിയാൻ വെച്ചേക്കുക എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു ശിവശങ്കരൻ. ആ സമയത്ത് കമലയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓമനിച്ച് വളർത്തിയ ഓമന പുത്രനാണ് ഇപ്പൊ ജയിലിലേക്ക് പോയിരിക്കുന്നത്. അതേ സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്തായിരുന്നു മനു. അങ്ങനെ മനുശങ്കർ ബാലേന്ദ്രനോട് സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു ഈ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവനോട് പലപ്പോഴും ഞങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. ഞാനാണെങ്കിലും ശരി, അലീനയാണെങ്കിലും ശരി, അവന് നന്നാവാനാണെങ്കിലും രോഹിത്തിനാണെങ്കിലും നന്നാവായിരുന്നു. അലീനയുടെ കേസ് വന്നപ്പോൾ തന്നെ മനു പറഞ്ഞു, അന്ന് ഞാൻ ഹരിയെ നല്ല രീതിയിൽ തല്ലിയതാ, പക്ഷേ എങ്കിൽ അന്ന് അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു. അതാ കാരണം. ഒരു പക്ഷേ അന്നേ അവന് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, കാര്യമില്ല എന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിയില്ലല്ലേന്ന് ചോദിച്ചു. ഇല്ലെങ്കിലെ ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ ഭാവി തീർന്നു. കോളേജിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നല്ലേ, ഇനി അവനെ എങ്ങനെ കോളേജിൽ പഠിക്കാനായിട്ട് പോകും? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, കൃഷ്ണമോളുടെ ഭാവി, ഭവിതയുടെ എല്ലാവരുടെയും ഭാവി പോയില്ലേ? അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും അവരെ കളിയാക്കില്ലേ? അങ്ങനെ 100 ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാലേന്ദ്രന്. ആ സമയം മനുശങ്കരോട് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറക്കും അങ്കിളേന്ന് പറഞ്ഞു. മറന്നാലും മനു, എനിക്ക് കട തുറന്ന് ഇരിക്കേണ്ടല്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പും അതുപോലെ തന്നെ ജ്വല്ലറി ഷോപ്പൊക്കെ ഉള്ളല്ലേ? തുറന്ന് വെച്ച് കഴിയുമ്പോഴത്തേനും ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഒരു കണക്കിന് ഇവിടെ കിടന്നത് നന്നായി, അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ, അച്ഛനും ചെറിയച്ഛനും ഒക്കെ ജാമ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. എങ്ങനെയെങ്കിലും ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ട. പക്ഷെ കിട്ടിയില്ല അങ്കളെ. എങ്ങനെ കിട്ടാനാ മനു? അതുപോലത്തെ ഒരു കേസല്ലേ നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വേദനിക്കുന്ന പോലെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വേദനിക്കുന്നുണ്ടായിരിക്കുമല്ലോ. മനു പറഞ്ഞു, അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് മനു ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ആൻറ്റി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മനുശങ്കർ വൈജയന്തിയെ കാണാനായിട്ട് മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് അലീനയോടും കൃഷ്ണമോളോടും സുലോചന സംസാരിക്കുകയാണ്. അങ്ങനെ സുലോചന സംസാരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന പറഞ്ഞു, ശരിക്കും ഞങ്ങളന്ന് ഭയന്നു പോയായിരുന്നു ആൻറ്റി, എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ വളരെ രോഷാകുലായിരുന്നു. അന്നാണ് ജലച്ചിലയൊക്കെ പൊട്ടിച്ചേ. അല്ല ഭവിത എന്താ ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങി വരത്തില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഭവിതേച്ചി എപ്പോഴും ആ മുറിക്കകത്ത് തന്നെയാ, ഭവിതേച്ചി ഇതൊന്നും ബാധിക്കുന്ന കാര്യമൊന്നും തോന്നില്ല, എപ്പോഴും ആ മുറിക്കകത്ത് കയറി ഇരിക്കുന്നതാണെന്ന് പറഞ്ഞു. സുലോചന പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭവിതയുടെ അടുത്തേക്കുന്നു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഭവിതേ, നീ ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കണേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അല്ല നിനക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നാൽ എന്താ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ, എന്നിട്ട് നിന്നെ ഒന്നും ബാധിക്കുന്നല്ലേന്ന് ചോദിച്ചു. അതിനിപ്പം രോഗത്ത് തെറ്റ് ചെയ്താലും ഞാൻ എന്ത് ചെയ്യാനാ? അത് കേട്ടിപ്പോൾ സുലോചന ഒരു അമ്പരപ്പോടു കൂടി ഭവിതയെ നോക്കുകയാണ്. അവൾക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവളെ ബാധിക്കുന്നതല്ല. ബാലേന്ദ്രൻ ഹോസ്പിറ്റലായതോ അല്ലെങ്കിൽ വൈജയന്തി ഹോസ്പിറ്റലായ കാര്യങ്ങളോ അതൊന്നും അവളെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവളുടേതായ ലോകത്തായിരുന്നു. അത് സുലോചനയ്ക്ക് ആദ്യ സംസാരത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്തു. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, നീയും കൂടെ ചേർന്നിട്ട് വേണ്ടേ ഈ കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്? അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്ത സമയത്ത് അവരോടൊപ്പം നീയും കൂടെ ചേരണ്ടെന്ന് ചോദിച്ചു. അലീനയുടെയും കൃഷ്ണയുടെയും ഒപ്പം. പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ സുലോചന കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. സുലോചനയ്ക്ക് മനസ്സിലായി ബബിത വേറെ ഏതോ ലോകത്താണ്. കാരണം ബബിതയോട് പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ല. ആ വൈജയന്തിയുടെ അതേ മട്ടും ഭാവവും ഒക്കെ തന്നെ കിട്ടിയിരിക്കുന്നതാണ് ബബിതയ്ക്ക്. കൃഷ്ണമോൾ പക്ഷെ അങ്ങനെയല്ല. കൃഷ്ണമോൾക്ക് ബാലേന്ദ്രൻ്റെ സ്വഭാവമാണ്. എല്ലാവരുടെയും സഹാനുഭൂതിയും ദയൊക്കെ ഉണ്ട്. പക്ഷെ ബബിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി പകർപ്പാണ് വൈജയന്തിയുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാവരുടെ ഒരു പുച്ഛ ഭാവമാണ്, അവർ മാത്രം നല്ലതാണ് എന്നൊരു ചിന്തയാണ്. ആ സമയത്ത് വൈജയന്തിയുടെ മുറിയിലേക്ക് മനുശങ്കർ എല്ലുവാണ്. അങ്ങനെ മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, എന്തായാലും മോനെ ജാമ്യമൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ഇല്ലാൻറ്റി ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. ജാമ്യം പോലും കിട്ടിയില്ലല്ലേ, ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല, അവരുടെ ഭാവി തകർന്നു പോയില്ലേ.
ജയിലിലും കൂടെ ആയില്ലേ, 30 ദിവസം റിമാൻഡ് കാലാവധി. എൻ്റെ ദൈവമേ, 30 ദിവസം ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും ഇത്രയും വലിയ ക്രൂരത അവരോട് വേണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, ആൻറ്റി എപ്പോഴും ചിന്തിക്കുന്ന ആൻറ്റിയുടെ മകനെക്കുറിച്ച് മാത്രമാണ്. ആൻറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആൻറ്റിയുടെ വീട്ടിലും 2 പെൺകുട്ടികളുണ്ടല്ലോ. അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നായിരുന്നെങ്കിൽ ആൻറ്റി എന്ത് ചെയ്തേരം? ആൻറ്റിക്ക് സഹിക്കാൻ പറ്റുമോ? ഇപ്പം ആൻറ്റിയുടെ മകനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്ന പോലെ തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് ഓർത്ത് എത്ര വേദനിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കും ഭൈജ പറഞ്ഞു, ഓരോരുത്തന്മാരേക്ക് ഇറങ്ങിക്കോളും. എനിക്ക് തോന്നി ഇത് പണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. കാശുള്ള വീട്ടിലെ ആൺപിള്ളേരെ ഇങ്ങനെ ചില പെൺകുട്ടികളുണ്ടോ തേടി പിടിച്ച് വല വീശി പിടിക്കും, ഒടുവിൽ പീഡനമായി, അതായി ഇതായി. അപ്പോഴേക്കും മനു പറഞ്ഞു, എൻ്റെ ആൻറ്റിയുടെ ഈ സ്വഭാവം ഇതായിട്ട് മാറ്റാറായില്ലേ? അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോഴങ്ങനെയൊന്നും അധികം നടക്കത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതൊക്കെ ആൻറ്റിയുടെ തോന്നൽ മാത്രമാണ്, ഇതങ്ങനെയൊന്നുമല്ല. പ്രേമിച്ച് വശത്താക്കിയത് ഹരിശങ്കറ. പിന്നീട് അവൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് കാഴ്ച വെക്കുകയും ചെയ്തു. ശരിക്കും നടന്നതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ആൻറ്റി എന്താ ചിന്തിക്കാത്തേ? ആൻറ്റി എപ്പോഴും ആൻറ്റിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. അല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അവർ ജയിലിലേക്ക് പോകുന്നോ ഒക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. 30 ദിവസം ഇവിടുന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനായിട്ട്? അച്ഛനും ചെറിയച്ഛനും ഒക്കെ നോക്കിയിട്ട് ജാമ്യം പോലും കിട്ടിയില്ല. ഇനി ആൻറ്റി ഇവിടുന്ന് ഇറങ്ങിയിട്ടും വലിയ പ്രയോജനമൊന്നും തോന്നില്ല. അവർക്ക് ജാമ്യമൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. 30 ദിവസം റിമാൻഡ് വിട്ടേക്കുക. അതിനുശേഷം അറിയാം, ഇതിൻ്റെ കേസും കാര്യങ്ങളൊന്നും ശരിക്കും ആയിട്ടുമില്ല. ഇനിയിപ്പോൾ കേസ് നടത്തി കഴിയുമ്പോൾ അറിയാം, ആ പെൺകുട്ടി മൊഴി കൊടുക്കുന്നതനുസരിച്ചിരിക്കും. പോക്സോ കേസാണ്, അറിയാലോ. അങ്ങനെ വന്നിട്ടാണെങ്കിൽ പിന്നെ എന്താ ഏതാണെന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, അപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടുമോ? അതൊന്നും അറിയത്തില്ല ആൻറ്റി, അതൊക്കെ പോകെ അറിയത്തുള്ളൂ. അല്ല, ആ പെൺകുട്ടിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസയും കൂടെ അങ്ങോട്ട് ചെന്നാൽ മതി, അടുത്ത പിന്നെ കേസ് അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല ആൻറ്റി, നേരത്തെ നോക്കണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യങ്കർ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വൈജയ്ക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് വൈജയന്തി നേരെ ബബിതയെ വിളിക്കുകയാണ്. ബബിതയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കണം. ബബിത പറഞ്ഞു, എന്ത് വിശേഷങ്ങൾ? സുലോചന ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക്. ഓ, അവർ എത്തിയിട്ടുണ്ടോ? അതേന്ന് പറയണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലമ്മേ, ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുടുംബമാണ് നമ്മുടെ, എത്ര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ആ അലീന വന്ന എല്ലാത്തിനും കാരണം ഇപ്പൊ കണ്ടില്ലേ? രോഹിത്ത് ജയിലിലായി, അവൾ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാ. കുടുംബം ചിന്ന ഭിന്നമായിപ്പോയി. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷം ഇപ്പൊ രോഹിത ജയിലിലും ആയില്ലേ. അവളുടെ ആ തൃക്കാലെടുത്ത് വെച്ചോണ്ടുണ്ടായ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അവൾ ആ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും നടക്കില്ലായിരുന്നു പറഞ്ഞു. ഭവിത പറഞ്ഞു, ഇപ്പൊ അവളായി വീട് അടക്കി ഭരിച്ചോണ്ടിരിക്കുന്നത്, അവളുടെ നേതൃത്വത്തിലാണ് വീട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവള് പറയുന്ന വേണം നമ്മൾ അനുസരിച്ചോണം. അത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു, എനിക്ക് തോന്നേ അവൾ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാവരെയും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ അവൾക്ക് അവിടെ സുഖിച്ചു വാഴാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വൈജയന്തിക്ക് രോഹിത്ത് തെറ്റ് ചെയ്തിട്ടും വൈജയന്തിക്ക് അലീനയുടെ മേൽ കുറ്റം ആരോപിക്കാനായിരുന്നു താല്പര്യം കൂടുതൽ. അവൾ എന്തോ വലുതായിട്ട് ചെയ്തു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. എങ്കിൽ സ്വന്തം മകൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല ഇങ്ങനെയൊരു കാര്യം നടന്ന്, അല്ലെങ്കിൽ അവന് ശിക്ഷ കിട്ടിയെന്ന് ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. സ്വന്തം മകനെ രക്ഷിക്കണം, അതിപ്പോൾ ആർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് ശരി എന്നൊരു ചിന്താഗതിയായിരുന്നു വൈജയുടെ മനസ്സിൽ. പിന്നീട് വൈജ കമലയെ വിളിക്കുകയാണ്. കമലയെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുവാണ്. ശിവേണ്ണൊക്കെ വന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ശിവേണ്ണയെ വിളിച്ചായിരുന്നു, വന്നിട്ടൊന്നുമില്ല, അവർ ജയിലിലും കൂടെ പോയി അവരെ കണ്ടോ വരുവോളെന്നാണ് പറഞ്ഞ്. എനിക്കിനി അറിയില്ല വൈജ എന്ത് ചെയ്യണമെന്നാ. ഓരോരുത്തരൊക്കെ വിളിച്ചോണ്ടിരിക്കുക, ബന്ധുക്കാരൊക്കെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ഫോണാണെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് വേണ്ടേ, ഫോൺ ഓണാക്കി കഴിഞ്ഞ ഉടനെ ആൾക്കാരുടെ കോള് വരും. പുറത്തിറങ്ങാൻ പറ്റില്ല. നിനക്ക് പിന്നെ പ്രശ്നമില്ല, നീ ഹോസ്പിറ്റലായതുകൊണ്ട് നിനക്ക് അവിടെ കിടന്നാൽ മതി, ആരും നിന്നെ കാണാനൊന്നും വരുന്നില്ലോ. പക്ഷെ എൻ്റെ അവസ്ഥ അതല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, 30 ദിവസമാണ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഞാനൊരു അമ്മയായി പോയില്ലേ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഇതേ കമലെടുത്തിയപ്പോൾ തന്നെ ടെൻഷൻ എനിക്കുണ്ട്, അറിയാലോ. എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി അവിടെ നിന്ന് കരയുമല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതേ സമയത്ത് ശിവശങ്കരൻ രാജീവനും കൂടെ ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവരെ കൊണ്ടുവന്ന് സെല്ലിനകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. രോഹിത്തിനെയും നരനെയും അതുപോലെ ഹരിയെ എല്ലാവരും കൂടെ. ആ കാഴ്ച കാണാനായിട്ട് ശിവശങ്കരന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം തൻ്റെ മകൻ ജയിലിൽ കാണാനായിട്ട്
പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് നല്ലൊരു നിലയിൽ എത്തണമെന്ന് കരുതിയതാ. പക്ഷെ അങ്ങനെ ഒരു മകനാണ് ജയിലിൽ കിടക്കുന്നത്. അത് സാധാരണ കേസിലൊന്നുമല്ല, സ്ത്രീ പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ 1-ാം പ്രതിയായിട്ട് അകത്ത് കിടക്കുന്നത്. ആ കാഴ്ച വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ശിവശങ്കരന് കൊടുത്ത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.